അങ്ങനെ ഇവൾ കുളിക്കുമ്പോൾ ഇനി നിങ്ങളെ പറ്റിയ ഒരക്ഷരം ഞാൻ എഴുതൂല. ജേനു മുത്തേ നമ്മൾ വിചാരിച്ച് ആരോ ചീത്ത അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. വെള്ളിയാഴ്ച തസർ ബാങ്ക് വിളിക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാവും. പോരെ? എന്ത് പിടിക്കാരൻ പൈസ വെച്ച്? ഓൻ അങ്ങനെ വിട്ടാൽ പറ്റൂല്ലോ. ഓൻ്റെ ഒരു ഫോട്ടോ എൻ്റെ വാട്സപ്പിലേക്ക് ഇട്ട് അയച്ചോ. ഓനെ ഞാൻ ശരിയായി കൊടുക്കാം. പീഡിയക്കാരൻ്റെ എന്താണ് ഇതൊന്നും വിറ്റില്ല? വിളിച്ചു പോയി മനുഷ്യനെ തൊണ്ട പൊട്ടി. എരിവും പുളിയില്ലാത്ത വാർത്ത മനുഷ്യന്മാര് വാങ്ങോ? ഇങ്ങനെ നോണ പറയില്ല. എന്റെ കീശ പൈസ ഉണ്ടല്ലോ, നോക്കട്ടെ. ഇല്ല, അള്ളാനാണ് ഇല്ല. ഇതെന്താ ധാരാണ്ടോ? വാപ്പയാ, റേഷൻ കടയിൽ കൊടുക്കാനുള്ളതാ. തന്റെ വാപ്പയാ? ആ, എന്താ? ഇന്നത്തേക്കുള്ള നല്ല ചൂടുള്ള വാർത്തയായല്ലോ. 70കാരൻ 7 വയസ്സുകാരിയെ 7 വയസ്സാക്കണോ 7 മാസാക്കണോ? 7 മാസാക്കുന്ന ഒന്നുകൂടി ഉസാറുണ്ടാവും. 7 മാസമുള്ള കുട്ടിയെ പീഡിപ്പിച്ചു. സ്കൂളിൽ പോകുന്ന വഴിയിലാണ് സംഭവം. ഇതിലും ഭേദേ പത്രാധിപരെ ജോലിക്കാരൻ കുത്തിക്കൊന്നു എന്നുള്ള വാർത്തയാ. ആരെ കൊല്ലുന്ന കാര്യമാടാ അത്? ചൂടുള്ള വാർത്തന്റെ കാര്യം പറഞ്ഞ. നീ വെക്കോ, നിനക്ക് ചൂടുള്ള വാർത്തയല്ലേ വേണ്ടത്? ഞാൻ തരാം. അല്ലോ, നിങ്ങളിത് കൂട്ടിക്കാനുള്ള പരിപാടിയാ. ഇനി നിന്റെ ഇടിവെട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വാർത്തയുമായിട്ടായിരിക്കണം. അല്ലൊത്ത് നമ്മൾ അടിക്കൂല. ഇല്ലെങ്കിൽ ആ ആത്മഹത്യാ കേസിൽ നിന്നെ ഞാൻ പെടുത്തും. ബാക്കി ഞാൻ പറയണ്ടല്ലോ. അല്ല, ചെയ്താനും കടലിൽ നടുക്കായല്ലോ. ഇത് ചെയ്ത ഓള് നമ്മളെ വാൾ പോസ്റ്റ് ആക്കും. എന്തേലാവട്ടെ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ചൂടുവാർത്ത, 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 ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. ഒരെണ്ണം വാങ്ങേട്ടാ. ചൂടുവാർത്ത, ചൂടുവാർത്ത, ചിട്ടിഫണ്ട് പൊട്ടി ഉണ്ണിയാർച്ച മുങ്ങി. 5 രൂപ, 5 രൂപ. ചൂടുവാർത്ത. നമ്മളെ കൊല്ലലി ശ്വാസം മുട്ടിട്ട് വീട്ടിൽ വീട്ടിൽ നീ എന്തിനാടാ വാർത്ത കൊടുത്തത്? ഞാൻ തീർത്തോളാം. പടച്ചോനാലിച്ച് നമ്മളെ കൊല്ലലി 4 മക്കൾക്ക് വാപ്പല്ലാണ്ടാവും. പടച്ചോനാലിച്ച് നമ്മളും ചെയ്യല്ലേ 4 മക്കൾക്ക് വാപ്പല്ലാണ്ടാവും. ആ SI ഇവിടെ കുത്തിരി ചെയ്യിച്ച പണിയാ. മൂപ്പര് അങ്ങോട്ടും ഇങ്ങോട്ട് തീരാൻ സമ്മതിച്ചില്ല എന്നെ. എന്തുദ്ദേശത്തിലാ താൻ ഈ വാർത്ത പത്രത്തിൽ കൊടുത്തത്? കല്യാണ പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിലെന്താ തെറ്റ്? പത്രക്കാര് ചോദിക്കുമ്പോ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കാറുള്ളതാ? അതല്ല ഞാൻ ചോദിച്ചത്. മാനവ മര്യാദയ്ക്ക് നടക്കുന്ന ഒരു കമ്പനിയെ കുറിച്ച് എന്ത് തോന്നിയാസം എഴുതാമെന്നോ? അത് കമ്പനി പൊട്ടിയെന്ന്. ഈ വാർത്ത പിൻവലിച്ച് നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ ഒലത്തും. അതെ, നീ ഇനി ഏതറ്റം വരെ പോയാലും എനിക്കൊരു പുണ്ണാക്കുമില്ല. ഇതിവിടം കൊണ്ടെന്ന് തീരുമെന്ന് നീ കരുതണ്ട. അതിന് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ പുക കണ്ടേ ഞാൻ അടങ്ങും. സാറേ, അവരുടെ ചിട്ടിക്കമ്പനി ഇനി തുറക്കില്ല അല്ലേ? വത്സലിക്ക് എന്താ ഇത്ര സന്തോഷം? അല്ല, പിടിച്ച ചിട്ടി ഇനി തിരിച്ചടയ്ക്കണ്ടല്ലോ. കഷ്ടം.